ഇന്ന് ഞാൻ എളുപ്പത്തിലൊരു സാബുദാന കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് സോഗിയായിരിക്കും. പൊതുവേ കിച്ചടി ഡ്രൈ ആണ് കേട്ടോ, പക്ഷേ ഇത് വേറൊരു വേർഷനാണ്. ഒരു ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് ബോയിൽ ചെയ്ത് ക്യൂബ്സ് ആയിട്ട് വെച്ചിട്ടുണ്ട്. ജീരകം, കരുവേപ്പില, 2 പച്ചമുളക്, കുറച്ച് ഗ്രൗണ്ട് നട്ട്സ് ക്രഷ് ചെയ്യണം, സാബുദാന 1 കപ്പ്, ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ് സാബുദാന, പിന്നെ കുറച്ച് ലൈം ജ്യൂസ്. ഇത് ഞാൻ ചട്നിക്ക് വേണ്ടിയിട്ടാണ്. ഇതിനാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ഈ ചട്നിയാണ്. കൊത്തമല്ലി, തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, ഉപ്പ്, കുറച്ച് നാരങ്ങാനീരും കൂടെ ഒഴിച്ച് അരച്ചെടുത്ത നല്ലൊരു അടിപൊളി ചട്നിയാണ്. ഇതിന് നല്ലൊരു കോംബോ ആണ് കേട്ടോ ഈ ചട്നി. ആദ്യം തന്നെ ഒരു കടായി എടുത്ത് അതിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് ജീരകം ഇട്ട് വാട്ടിയെടുക്കണം. ഇത് ചൂടോടെ കഴിക്കേണ്ട ഒരു ഐറ്റമാണ്. ചൂട് മാറിക്കഴിഞ്ഞാൽ നല്ല കട്ടിയാകും, അതുകൊണ്ട് ചൂടോടെ തന്നെ കഴിക്കണം. ശേഷം പച്ചമുളക് ഇട്ട് വാട്ടിക്കൊടുത്തു. അതിനുശേഷം കരുവേപ്പിലയും കൂടെ ഇട്ട് നന്നായി വാട്ടണം. ഇനി നമുക്ക് വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലേവറിന് കുറച്ച് ഘീ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് നന്നായി സോട്ട് ചെയ്തതിന് ശേഷം നേരത്തെ കാണിച്ച ഗ്രൗണ്ട് നട്ടിനെ നമുക്കൊന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സോക്ക് ചെയ്ത് വെച്ച സാബുദാനയും നമുക്ക് ആഡ് ചെയ്യാം. സാബുദാന ഓവർനൈറ്റ് സോക്ക് ചെയ്തതാണ്, കഴുകി വൃത്തിയാക്കിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. കുറച്ച് ക്യാരറ്റ്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി സാബുദാനയും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം മൂടി വെച്ചാൽ സാബുദാന കിച്ചടി റെഡി. പക്ഷേ ഞാനിവിടെ ചെറിയൊരു മാറ്റി പിടിച്ചിട്ടുണ്ട്. കുറച്ചും കൂടെ സോഗിയായിട്ടുള്ള ഒരു മെത്തേഡാണ്. അതെന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ചിലവർക്ക് ഇത് കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു. അധികം വേണ്ട, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഇളക്കി ഇങ്ങനെ മൂടി വെച്ച് എടുക്കുമ്പോൾ നമുക്ക് ഒരു റവ കിച്ചടിയൊക്കെ ഇല്ലേ, ആ ഒരു സ്റ്റേജിലെത്തും. ഇത് ഫാസ്റ്റിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഡിഷാണ് കേട്ടോ. ഇതിങ്ങനെ സെർവ് ചെയ്ത് ഈ ചട്നിയുടെ കൂടെ കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. ഇങ്ങനെ ഞാൻ ഏതോ ഒരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഫാസ്റ്റിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്ന ഒരു ഡിഷായിരുന്നു ഇത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരിങ്ങനെ വിളമ്പാൻ കാരണം എന്താണെന്നോ, സീനിയർ സിറ്റിസൺസിന് ഈസി ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊരു നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്കും തോന്നി. അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നന്നായിട്ടുണ്ട്, ഞാനും കഴിച്ചു. അതുപോലെ കുറച്ചൊരു പോരിച്ചിൻ്റെ ഒക്കെ ഒരു സ്റ്റേജിലെത്തും ഈ ഒരു ഡിഷ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ